ഹലോ ഗൈസ്, അപ്പം രാത്രി കാലങ്ങളിൽ യാത്രയെ പറ്റിയാണ്. റീസെൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ ഈ റീസെൻ്റ് ഞാൻ കേട്ട ന്യൂസ് കേട്ടിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം പോയതാണ് കേട്ടോ. ഇത് നമ്മുടെയൊക്കെ അടുത്തൊക്കെ തന്നെയാണ്. 8:30 കഴിഞ്ഞ ഇതാ അവസ്ഥ. സിറ്റിയിൽ നിന്ന് ഉള്ളിലോട്ട് റോട്ടിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാരില്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഇങ്ങനെയുള്ള വരുന്ന സമയത്തൊക്കെ നമുക്ക് പേടിയാകുന്നാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള ന്യൂസും കൂടി വരുന്ന കാലം എങ്ങനെയാണല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പാനിക് ആവാതിരിക്കുക. എന്തെങ്കിലും ടെൻഷൻ തോന്നി കഴിഞ്ഞാൽ പേടി നമുക്ക് വരരുത്. പേടി ഉണ്ടെങ്കിൽ പോലും പുറത്ത് ഭാവിക്കരുത്. സ്ട്രേഞ്ചേഴ്സ് കണ്ടാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാൽ നമ്മൾ വണ്ടി കാണിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിർത്തരുത്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊള്ളണം. ഡോണ്ട് സ്റ്റോപ്പ് ആ വെഹിക്കിൾ. അടിച്ചങ്ങോട്ട് അമർത്തിങ്ങോട്ട് ആക്സിലേറ്റർ അങ്ങോട്ട് അടിച്ച് പിടിച്ചങ്ങോട്ട് പോയിക്കൊള്ളണം. പിന്നെ അഥവാ നിർത്തണം തോന്നിക്കഴിഞ്ഞാൽ ക്രൗഡഡ് ഏരിയ അല്ലെങ്കിൽ പെട്രോൾ പമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ കുറച്ച് ആളുമാറ്റാലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് സമാധാനത്തോടെ പോകാം. മൂന്നാമത്തെ കാര്യം, പോലീസ് എമർജൻസി നമുക്ക് 112 വേണമെങ്കിൽ നമുക്ക് ഡയൽ ചെയ്ത് വെക്കാം. അത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം കേട്ടോ. ഒരു അപകടത്തിൽ നമ്മൾ പെട്ടു അല്ലെങ്കിൽ നമ്മൾ പെടാൻ റെഡിയായി നിൽക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് സഹായം ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാര്യമാണ്, ഫോർത്ത് കാര്യമാണ് യൂസ് പെപ്പർ സ്പ്രേ നമുക്ക് വേണമെങ്കിൽ വണ്ടി കണ്ടാവുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇനി ഞാൻ വണ്ടിയെടുത്ത് നൈറ്റിൽ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്താൽ നല്ലത്. നമുക്ക് ജീവിക്കേണ്ട, നമുക്കും മുന്നോട്ട് പോകണം. അപ്പം നമുക്കും സ്ട്രോങ് ആയിട്ട് സേഫ് ആയിട്ട് നമുക്ക് പോകണം. അതുപോലെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോകുമ്പോഴേക്കും ഗ്രൂപ്പായിട്ട് പോകാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഈ ഒറ്റക്കുള്ള നൈറ്റ് ഡ്രൈവ് ഒക്കെ മാക്സിമം ഒഴിവാക്കാം. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോകാം. അപ്പോൾ അത്രയൊക്കെയുള്ള സബ്സ്ക്രൈബ്.